2017 ഡാനിയൽ സ്പിനോസയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ സ്പേസ് ത്രില്ലർ സിനിമയാണ് ലൈഫ്. നമ്മുടെ ഭൂമിയിലല്ലാതെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഗ്രഹത്തിൽ ജീവന്റെ സാധ്യത ഉണ്ടോ എന്നറിയാൻ വേണ്ടി നിരവധി സ്പേസ് മിഷനുകൾ ശാസ്ത്രലോകം നടത്തി വരികയാണ്. ഒരു നാൾ നമ്മുടെ ഭൂമി വിട്ട് നമ്മുടെ നെയ്ബറിംഗ് പ്ലാനറ്റായ മാർസിലേക്ക് കുടിയേറി പാർക്കേണ്ടവരാണ് നമ്മളിൽ ഓരോരുത്തരും. ആ ഗ്രഹത്തിലെ ഹാബിറ്റബിലിറ്റി അതുപോലെ ലൈഫ് എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നു വരികയാണ്. ലൈഫ് എന്ന സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ചൊവ്വാഗ്രഹത്തിലെ ജീവന്റെ സാധ്യതയെപ്പറ്റി പഠിക്കാനായി ISSൽ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. അതിനായി അവർ മാർസിൽ നിന്ന് വരുന്ന സോയിൽ സാമ്പിളിനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സോയിൽ സാമ്പിൾ അവർ പരീക്ഷണാവിധേയമാക്കുമ്പോൾ അതിലൊരു മൈക്രോ ഓർഗാനിസത്തിന്റെ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് അവർ സാധൂകരിക്കുന്നു. പക്ഷെ പിന്നീട് അവർ എക്സ്പെക്ട് ചെയ്ത പോലെയുള്ള കാര്യങ്ങളല്ല ISSൽ അരങ്ങേറിയത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ലൈഫ് എന്ന സിനിമയുടെ ഡീറ്റെയിൽ റിവ്യൂവും എൻഡിങ് എക്സ്പ്ലനേഷനുമാണ്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സിനിമയുടെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ ISSൽ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. മിറണ്ട, ഇവർ ഒരു ഡോക്ടറാണ്. ISSലെ ക്വാറന്റൈൻ ഓഫീസർ കൂടിയാണ് മിറണ്ട. അതുപോലെ ഒരു ഡോക്ടറായ ഡേവിഡ്, ISSലെ മെക്കാനിക്കൽ എഞ്ചിനീയറായ റോറി ആഡംസ്, അതുപോലെ തന്നെ ഒരു ജാപ്പനീസ് സിസ്റ്റം എഞ്ചിനീയറായ ഷോ, അതുപോലെ മാർസിൽ നിന്ന് വരുന്ന സോയിൽ സാമ്പിൾ റിസർച്ച് ചെയ്യുന്നതിനായി ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ബയോളജിസ്റ്റായ ഡോക്ടർ ഹ്യൂ, അവസാനമായി ഈ സ്പേസ് സ്റ്റേഷൻ ആവശ്യമായ കമാൻഡിംഗ് നൽകാനായി കമാൻഡറായ കാറ്റ്. ചൊവ്വാഗ്രഹത്തിലെ ജീവന്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കാനായി സയന്റിസ്റ്റുകൾ ഒരു സ്പെഷ്യൽ സ്പേസ് പ്രോബ് മാർസിലേക്ക് അയച്ചിട്ടുണ്ട്. ആ സ്പേസ് പ്രോബ് മാർസിൽ ലാൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് സോയിൽ സാമ്പിൾ ശേഖരിച്ച് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി മാസങ്ങളായി കാത്തിരിക്കുകയാണ് ഈ ISSലെ സയന്റിസ്റ്റുകൾ. അങ്ങനെ ഈ പ്രോബ് ISSലേക്ക് അടുക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്പേസ് ആസ്ട്രോയിഡുകൾ ഈ പ്രോബിലെ സോളാർ പാനലിൽ വന്നിടിക്കുകയും സ്പേസ് പ്രോബ് അൺകൺട്രോൾഡായി ലക്ഷ്യബോധമില്ലാതെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ സോയിൽ സാമ്പിൾ കിട്ടാതെ പോകും. എങ്ങനെയെങ്കിലും ആ സ്പേസ് പ്രോബ് പിടിച്ചു നിർത്തിയേ പറ്റൂ. അതിനായി ISSലെ മെക്കാനിക്കൽ എഞ്ചിനീയറായ റോറി സ്പേസ് സ്യൂട്ട് ധരിച്ചുകൊണ്ട് ISSലെ റോബോട്ടിക് ഹാൻഡ് ഉപയോഗിച്ച് അൺകൺട്രോൾഡായി വന്നുകൊണ്ടിരിക്കുന്ന സ്പേസ് പ്രോബിനെ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ ആ സോയിൽ സാമ്പിൾ ISSൽ കൊണ്ടുവന്ന് പഠനവിധേയമാക്കുന്നു ഇവർ. സോയിൽ സാമ്പിളിൽ ഏതെങ്കിലും തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ബയോളജിസ്റ്റായ ഡോക്ടർ ഹ്യൂ ആ സോയിൽ സാമ്പിൾ കവർ സ്ലിപ്പ് ഇട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുന്നു. ഹ്യൂ ഒരു ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ ആണ്. അങ്ങനെ ഹ്യൂ സോയിൽ സാമ്പിൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സോയിൽ സാമ്പിളിൽ ഒരു മൈക്രോ ഓർഗാനിസത്തെ കണ്ടെത്തുന്നു. പക്ഷേ അതിനെ കണ്ടിട്ട് ഡെത്ത് ആയ പോലെയുണ്ട്. ഹ്യൂ ഈ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സേഫ്റ്റി ക്യാബിനറ്റ് പോലെയുള്ള ഒരു സെറ്റപ്പിനകത്തായിരുന്നു. ആ സേഫ്റ്റി ക്യാബിനറ്റിൽ പ്രഷർ, ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹ്യൂ മാർസിലെ പോലെയുള്ള ടെമ്പറേച്ചറും പ്രഷറും ആ ക്യാബിനറ്റിൽ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസത്തിന് ജീവൻ വയ്ക്കുന്നു. ഇതെല്ലാം കണ്ട ബാക്കിയുള്ള സയന്റിസ്റ്റുകൾക്ക് വളരെയധികം സന്തോഷമാകുന്നു. കാരണം എന്തെന്നാൽ ഭൂമിയെ കൂടാതെ മറ്റൊരു ഗ്രഹത്തിൽ ജീവന്റെ സാധ്യത ഇവർ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ഈ മൈക്രോ ഓർഗാനിസത്തിന് ഇവർ കെൽവിൻ എന്ന് പേരിടുന്നു. സ്പേസ് സ്റ്റേഷനിൽ ഇവർ എല്ലാവരും പല ഡിപ്പാർട്ട്മെന്റുകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ ധരിച്ചിരിക്കുന്ന സ്യൂട്ടിൽ ഒരു ചിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിവൈസ് വഴി ISSൽ ഇവർ എവിടെയാണെന്നുള്ളത് ഹോളോഗ്രാം വഴി ഇവർക്ക് അറിയാൻ കഴിയും. അങ്ങനെ വീണ്ടും ഹ്യൂ കെൽവിൻ എന്ന മൈക്രോ ഓർഗാനിസത്തെ നിരീക്ഷിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ മൈക്രോ ഓർഗാനിസം മൈക്രോമീറ്റർ ഉണ്ടായിരുന്ന കെൽവിൻ ഇപ്പോൾ സെന്റിമീറ്റർ അളവിൽ പെട്ടെന്ന് വളർന്നു തുടങ്ങിയിരിക്കുന്നു. കെൽവിനെ കാണാൻ വളരെയധികം ഭംഗിയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കെൽവിൻ വളരുമ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരു ഏലിയൻ ആയിരിക്കുമെന്ന് കരുതി ഇവരെല്ലാവരും സന്തോഷിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസമാകും. അവർ കെൽവിന്റെ ഗ്രോത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ കെൽവിന് വളർച്ച ഉണ്ടായിരിക്കുന്നു. അതുപോലെ സ്മൂത്ത് മസിൽസ് ഒക്കെ ഡെവലപ്പ് ആയിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഹ്യൂ റിസർച്ചിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലാബ് ഏരിയയിൽ ഒരു മാൽഫാക്ഷൻ സംഭവിക്കുന്നു. പെട്ടെന്ന് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറായ റോറി വന്ന് അത് ശരിയാക്കുന്നു. പക്ഷേ മാൽഫാക്ഷന്റെ ആഘാതം മൂലം കെൽവിൻ എന്തോ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കെൽവിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെ തിരികെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഹ്യൂ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന ഡിവൈസ് ഉപയോഗിച്ച് സേഫ്റ്റി ക്യാബിനറ്റിലെ ഗ്ലൗ വഴി കെൽവിന് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമ്പോൾ ആ കെൽവിൻ എന്ന മൈക്രോ ഓർഗാനിസം ഹ്യൂവിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. അതുപോലെ ഹ്യൂവിന്റെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന ഡിവൈസ് ബ്രേക്ക് ചെയ്യുന്നു. ഹ്യൂ എത്ര ഫോഴ്സ് എടുത്ത് കൈ പുറത്തെടുക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ല. അങ്ങനെ കെൽവിൻ
ഹ്യൂവിന്റെ ഫിംഗേഴ്സ് ഒക്കെ ഒടിക്കുന്നു. അങ്ങനെ ഹ്യൂ അവിടെ ബോധരഹിതനാകുന്നു. അങ്ങനെ കെൽവിൻ ഹ്യൂവിന്റെ കയ്യിൽ നിന്ന് പിടിവിടുന്നു. കെൽവിൻ ആ ചേംബറിലായതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരാൻ സാധ്യതയില്ല. അങ്ങനെ ബാക്കിയുള്ള സയന്റിസ്റ്റുകൾ കെൽവിനെ പുറത്തുനിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം കെൽവിൻ ദ മൈക്രോ ഓർഗാനിസം സേഫ്റ്റി ക്യാബിനറ്റിലെ ഗ്ലൗ വഴി പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ഗ്ലൗ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ കെൽവിനെ പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഹ്യൂ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാനായി സേഫ്റ്റി ക്യാബിനറ്റിന്റെ അകത്ത് കൊണ്ടുവന്ന ആ ഇലക്ട്രിക് ഷോക്ക് ഡിവൈസ് കെൽവിൻ ബ്രേക്ക് ചെയ്ത് അതിലെ ഷാർപ്പ് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഗ്ലൗ മുറിച്ച് കെൽവിൻ എന്ന ആ മൈക്രോ ഓർഗാനിസം സേഫ്റ്റി ക്യാബിനറ്റിൽ നിന്ന് പുറത്തു കടക്കുന്നു. ഇത് കണ്ട ബാക്കിയുള്ള സയന്റിസ്റ്റുകൾ ഞെട്ടുന്നു. അങ്ങനെയാണെങ്കിൽ കെൽവിൻ ഒരു സാധാരണ ഏലിയൻ അല്ല, അതൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഏലിയൻ ആണെന്ന് ഇവർ മനസ്സിലാക്കുന്നു. പുറത്തു വന്ന കെൽവിൻ അവിടെ റിസർച്ചിനായി കൊണ്ടുവന്ന ഒരു എലിയുടെ അടുത്തേക്ക് പോകുന്നു. ആ എലിയെ കെൽവിൻ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ കെൽവിൻ ആ എലിയെ അതിക്രൂരമായി കൊല്ലുന്നു. ഇതെല്ലാം കണ്ട ബാക്കിയുള്ള സയന്റിസ്റ്റുകൾ ഞെട്ടുന്നു. എങ്ങനെയെങ്കിലും ഹ്യൂവിനെ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ റോറി ലാബിന്റെ ഡോർ തുറന്ന് അകത്ത് കയറി അബോധാവസ്ഥയിലുള്ള ഹ്യൂവിനെ പുറത്തു കൊണ്ടുവരുന്നു. റോറിയും പുറത്തു കടങ്ങാൻ തുടങ്ങുമ്പോൾ കെൽവിൻ എന്ന മൈക്രോ ഓർഗാനിസം റോറിയുടെ കാലിൽ കയറി പിടിക്കുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ലാബിന്റെ ഡോർ പുറത്തുനിന്ന് പൂട്ടുകയുണ്ടായി. അങ്ങനെ റോറി ലാബിൽ പെട്ടുപോകുന്നു. തന്റെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കെൽവിനെ വിടാനായി റോറി ഓക്സിജൻ ക്യാൻഡിൽ കത്തിച്ച് കെൽവിന്റെ ശരീരത്ത് വെക്കുന്നു. അപ്പോൾ കെൽവിൻ റോറിയുടെ കാലിൽ നിന്ന് പിടിവിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. കമാൻഡറായ കാറ്റ് കെൽവിനെ കൊല്ലാൻ കമാൻഡിങ് നൽകുന്നു. അപ്പോൾ അവിടെയുള്ള ഇൻസിനറേറ്റിംഗ് ഗൺ ഉപയോഗിച്ച് കെൽവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു റോറി. പക്ഷേ കെൽവിനെ ഒന്നും സംഭവിച്ചില്ല. ഇൻസിനറേറ്റർ ഗണ്ണിന്റെ ഫ്യൂവൽ തീരുകയും ചെയ്യുന്നു. പെട്ടെന്ന് കെൽവിൻ റോറിയുടെ വായിൽ കൂടി ശരീരത്ത് കയറുകയും റോറിയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ ധാരാളം ബ്ലഡ് വരുന്നുമുണ്ട്. കുറച്ചു കഴിഞ്ഞ് കെൽവിൻ റോറിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു. അപ്പോൾ കെൽവിനെ കാണാൻ ഒരു ഒക്ടോബസിനെ പോലെയുണ്ട്. കെൽവിൻ വളർന്ന് വലുതായിരിക്കുന്നു. എന്താണെങ്കിലും കെൽവിൻ ലാബിൽ അകപ്പെട്ടിരിക്കുകയാണ്. അത് പുറത്തു വരില്ല എന്ന് പറഞ്ഞ് ഇവർ സമാധാനിക്കുമ്പോൾ റോറി ഉപയോഗിച്ച ഇൻസിനറേറ്റർ ഗണ്ണിൽ നിന്ന് ചെറുതായി ഫയർ വരികയും അത് ഫയർ ഡിഫൻസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ആക്കുകയും ഈ അണയ്ക്കുന്ന ഗ്യാസ് ഹോളിൽ നിന്ന് പുറത്തു വരുന്നു. ആ ഹോൾ വഴി കെൽവിന് ലാബിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. കാറ്റും സംഘവും ഫയർ ഡിഫൻസ് സിസ്റ്റം ക്ലോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കെൽവിൻ അതിലെ ഒരു ഹോൾ വഴി പുറത്തു കടക്കുന്നു. ഇപ്പോൾ കെൽവിന് ഈ സ്പേസ് സ്റ്റേഷനിലെ ഏത് ഭാഗത്തേക്കും പോകാൻ സാധിക്കും. ഈ വിവരം ഭൂമിയിലുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കട്ടാവുന്നു. അത് ചെക്ക് ചെയ്യാനായി ISSന്റെ പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കൂ. കമാൻഡറായ കാറ്റ് സ്യൂട്ട് ധരിച്ച് ISSന്റെ വെളിയിൽ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓവർഹീറ്റ് ആയതുകൊണ്ടാണ് ഭൂമിയിലുള്ളവരുമായി ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത്. അതായത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ കൂളന്റ് തീർന്നു പോയിരിക്കുന്നു. ഈ കെൽവിൻ എന്ന ഏലിയൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ വെള്ളവും ഓക്സിജനും ഒക്കെ ആവശ്യമാണ്. കെൽവിൻ കൂളന്റ് ഫുഡായി കഴിച്ചിരിക്കുന്നു. ഇപ്പോൾ കൂളന്റിലെ ആ ട്യൂബ് വഴി കെൽവിൻ പുറത്തു വരികയും കാറ്റിന്റെ സ്യൂട്ടിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു. കെൽവിൻ കാറ്റിന്റെ കാലിൽ പറ്റിപ്പിടിച്ച് കാലൊടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ സ്യൂട്ട് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ കെൽവിന് അത് കഴിയുന്നില്ല. കെൽവിൻ പുറത്തു വന്ന കൂളന്റിന്റെ ട്യൂബ് ഇവർ ക്ലോസ് ചെയ്യുന്നു. കെൽവിൻ കാറ്റിന്റെ സ്യൂട്ടിൽ പറ്റിപ്പിടിച്ച് സ്യൂട്ടിലെ കൂളന്റ് ട്യൂബ് നശിപ്പിക്കുന്നു. ഇപ്പോൾ കാറ്റിന്റെ സ്യൂട്ട് ഫുള്ളായി കൂളന്റ് ലിക്വിഡ് നിറയുകയാണ്. എങ്ങനെയെങ്കിലും സ്പേസ് സ്റ്റേഷനിൽ കയറാൻ തുടങ്ങുമ്പോൾ ഹെൽമെറ്റിൽ ഫുള്ള് കൂളന്റ് ലിക്വിഡ് നിറഞ്ഞ് കാറ്റ് മരണപ്പെടുന്നു. ഇപ്പോൾ കെൽവിൻ സ്പേസ് സ്റ്റേഷന്റെ വെളിയിലാണുള്ളത്. കെൽവിനെ ISSനകത്ത് കയറാൻ അനുവദിച്ചുകൂടാ. ഓക്സിജൻ ഇല്ലാതെ കെൽവിനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും 30 മിനിറ്റോളം കെൽവിനെ പുറത്ത് സർവൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ കെൽവിൻ എന്ന ഏലിയന് ISSൽ കടന്നേ പറ്റൂ. അതിനായി കെൽവിൻ സ്പേസ് സ്റ്റേഷനിലെ ത്രസ്റ്റേഴ്സ് വഴി അകത്ത് കയറാൻ ശ്രമിക്കുന്നു. ഈ ത്രസ്റ്റേഴ്സ് മൂലമാണ് ISS ചലിക്കുന്നത്. ത്രസ്റ്റേഴ്സിൽ സെൻസർ ഉണ്ട്. കെൽവിൻ വരുമ്പോൾ ഈ സെൻസർ അലേർട്ട് കാണിക്കും. അപ്പോൾ ത്രസ്റ്റേഴ്സ് ഓൺ ആക്കുമ്പോൾ കെൽവിനെ അകത്ത് കയറാൻ കഴിയില്ല. അങ്ങനെ 1 മണിക്കൂർ ചെയ്താൽ കെൽവിൻ പുറത്തു വെച്ച് തന്നെ മരണപ്പെടും. പക്ഷേ കണ്ടിന്യൂ ആയിട്ട് ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ചപ്പോൾ ഫ്യൂവൽ തീർന്നു പോകുന്നു. അങ്ങനെ കെൽവിൻ സ്പേസ് സ്റ്റേഷൻ അകത്ത് കയറുന്നു. അവർ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ചെറിയ സ്പേസ് പോലും ഇവർ ക്ലോസ് ചെയ്യുന്നു. ഇവരിപ്പോഴുള്ള സ്ഥലമൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഓക്സിജൻ ഇല്ലാതാക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം ഹ്യൂ പെട്ടെന്ന് ബോധരഹിതനാകുന്നു. ഹാർട്ട് ബീറ്റ് ഒക്കെ കുറഞ്ഞു വരികയാണ്. ഡീഫൈബ്രിലേറ്റർ ഉപയോഗിച്ച് ഇവർ ഒരു ഷോക്ക് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഹ്യൂവിന്റെ കാലിൽ എന്തോ ഒരു മൂവ്മെന്റ് പോലെ. ഇവർ നോക്കുമ്പോൾ കെൽവിൻ ഹ്യൂവിന്റെ കാലിൽ നിന്ന് പുറത്തു വരുന്നു. അതായത് ഹ്യൂവിന്റെ കാൽ പാരലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ കെൽവിൻ കാലിൽ കയറിയത് പോലും ഹ്യൂ അറിഞ്ഞില്ല. പുറത്തു വന്ന കെൽവിൻ വളരെയധികം വളർന്ന ഒരു ജൈന്റ് ഏലിയൻ ആയിരിക്കുന്നു.
പുറത്തു വന്ന ആ ഏലിയൻ ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഷോ ഒരു സ്ലീപ്പിംഗ് ചേമ്പറിൽ കയറിയിരിക്കുന്നു. ആ ഏലിയൻ അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ കെൽവിൻ അത് സാധിച്ചില്ല. ഇപ്പോൾ ഡേവിഡും മിറണ്ടയും സേഫായ വേറൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. കെൽവിൻ എന്ന ഏലിയൻ ഈ സ്പേസ് സ്റ്റേഷനിൽ എവിടെയാണെന്ന് ഇവർക്കറിയില്ല. അപ്പോൾ ഹോളോഗ്രാമിൽ ഒരു റാപ്പിഡ് മൂവ്മെന്റ് ഇവർ കാണുന്നു. അതായത് ഹ്യൂവിന്റെ കാലിൽ ഭക്ഷിക്കുന്ന സമയത്ത് ഒരു സെൻസറും കൂടി കെൽവിന്റെ ഉള്ളിൽ പോയിരുന്നു. അങ്ങനെ കെൽവിനെ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ ഓക്സിജൻ ഇല്ലാത്ത മാതിരി സെറ്റ് ചെയ്യുന്നു. എല്ലാം അവരുടെ പ്ലാൻ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഭൂമിയിൽ നിന്ന് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഇവിടേക്ക് വരികയുണ്ടായി. അതായത് കമാൻഡറായ കാറ്റ് കെൽവിൻ എന്ന ഏലിയൻ ഇഷ്യൂ ഭൂമിയിലുള്ളവരുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിന് കഴിഞ്ഞില്ല. അപ്പോൾ ഭൂമിയിലുള്ള സയന്റിസ്റ്റുകൾ ISSലുള്ളവർക്ക് എന്തോ സംഭവിച്ചു എന്ന് കരുതി ഈ സ്പേസ് ക്രാഫ്റ്റ് ഇവിടേക്ക് അയച്ചത്. ഈ സ്പേസ് ക്രാഫ്റ്റ് ISSുമായി ഡോക്ക് ചെയ്യുന്നിടത്താണ് കെൽവിൻ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ആ സ്പേസ് ക്രാഫ്റ്റ് ISSുമായി ഡോക്ക് ആകുന്നു. ഏതോ സ്പേസ് ക്രാഫ്റ്റ് വന്നു എന്നറിഞ്ഞ ഷോ കെൽവിനുള്ള ആ സ്ഥലത്തേക്ക് പോകുന്നു. കെൽവിൻ ഷോയെ പിടിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ വിഷയം ഹോളോഗ്രാമിലൂടെ കണ്ട മിറണ്ടയും ഡേവിഡും ഷോയെ രക്ഷിക്കാനായി അവിടേക്ക് പോകുന്നു. ഇവർ എത്ര ശ്രമിച്ചിട്ടും ഷോയെ രക്ഷിക്കാൻ സാധിച്ചില്ല. കെൽവിൻ ഷോയെ കൊലപ്പെടുത്തുന്നു. ഇതിന്റെ ആഘാതം സ്പേസ് ക്രാഫ്റ്റ് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് വേർപെട്ടു പോകുന്നു. കെൽവിനെ ഈ സ്പേസ് സ്റ്റേഷനിൽ ട്രാപ്പ് ചെയ്തിട്ട് ഡീ സ്പേസിലേക്ക് തള്ളിവിടാനായിരുന്നു ഇവരുടെ പ്ലാൻ. പക്ഷെ ഇപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റ് നശിച്ചു പോയിരിക്കുന്നു. ISSന്റെ ഫ്യൂവൽ തീർന്നത് കൊണ്ട് തന്നെ ഈ സ്പേസ് സ്റ്റേഷൻ ഭൂമിയിൽ പതിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഭൂമിയിലുള്ള ജനങ്ങൾക്ക് ഭീഷണിയായിരിക്കും. അങ്ങനെ ഡേവിഡ് ഒരു ഐഡിയ പറയുന്നു. ഈ സ്പേസ് ഷിപ്പിൽ 2 സ്പേസ് മൊഡ്യൂളുകൾ ഹൈ റിസ്കിൽ നമുക്കതിൽ ഭൂമിയിലെത്താം. അതിനു മുന്നോടിയായി ഇവർ സ്പേസ് സ്യൂട്ട് ധരിച്ച് എന്നിട്ട് സ്പേസ് സ്റ്റേഷന്റെ ഓക്സിജൻ ലെവൽ കുറയ്ക്കുന്നു. ഓക്സിജൻ ലെവൽ കുറച്ചാലും അരമണിക്കൂറോളം കെൽവിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഏകദേശം അരമണിക്കൂർ കെൽവിൻ ഓക്സിജൻ എവിടെയുണ്ട് എന്ന് തിരക്കി നടക്കും. ആ സമയം ഡേവിഡ് ഓക്സിജൻ ക്യാൻഡിൽ ഉപയോഗിച്ച് കെൽവിനെ ഒരു സ്പേസ് മൊഡ്യൂളിൽ കൊണ്ടുവരുന്നു. ആ ഓക്സിജൻ ക്യാൻഡിലെ ഓക്സിജൻ കെൽവിൻ ഉപയോഗിക്കും. കെൽവിനുള്ള ഈ സ്പേസ് മൊഡ്യൂള് ഭൂമിയിലേക്ക് വിടാതെ ഡേവിഡ് മൊത്തം ഡീ സ്പേസിലേക്ക് പോകും. അതായത് ഡേവിഡിന് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്നർത്ഥം. മറ്റൊരു സ്പേസ് മൊഡ്യൂളിൽ മിറണ്ട തിരിച്ച് ഭൂമിയിലേക്ക് വരും. രണ്ടുപേരും സ്പേസ് സ്റ്റേഷനിൽ നിന്ന് സ്പേസ് മൊഡ്യൂളിൽ പുറത്തു വരുന്നു. ഒന്നായിരുന്ന സ്പേസ് മൊഡ്യൂൾ രണ്ടാകുന്നു. മിറണ്ട ഭൂമിയിലേക്കും ഡേവിഡ് ഡീ സ്പേസിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു സോളാർ പാനൽ ഇവരുടെ മൊഡ്യൂളുമായി കൂട്ടിയിടിക്കുന്നു. അങ്ങനെ മൊഡ്യൂളിലെ സിസ്റ്റത്തിന് കറപ്ഷൻ സംഭവിക്കുന്നു. എങ്ങനെയെങ്കിലും ഡേവിഡ് ശൂന്യതയിലേക്കും മിറണ്ട ഭൂമിയിലേക്കും പോയേ തീരും. അങ്ങനെ ഹൈ റിസ്കിൽ ഡേവിഡിന്റെ മൊഡ്യൂൾ ഡീ സ്പേസിലേക്കും മിറണ്ടയുടെ മൊഡ്യൂൾ ഭൂമിയിലേക്കും വരുന്നു. മിറണ്ടയുടെ മൊഡ്യൂൾ ഒരു തടാകത്തിൽ ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫിഷിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ വന്ന് സ്പേസ് മൊഡ്യൂളിലെ ഡോറ് മാറ്റാൻ തുടങ്ങുമ്പോൾ അതിൽ ഡേവിഡും കെവിനുമാണ്. അങ്ങനെയാണെങ്കിൽ സ്പേസിന്റെ അനന്തതയിലേക്ക് പോയത് മിറണ്ടയായിരിക്കും. അപ്പോൾ ആ മത്സ്യബന്ധനം ചെയ്യുന്നവർ ഈ സ്പേസ് മൊഡ്യൂൾ തുറക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഡേവിഡ് നിങ്ങൾ ഈ സ്പേസ് മൊഡ്യൂൾ തുറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഡേവിഡ് പറയുന്നതൊന്നും അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അവർ ഈ സ്പേസ് മൊഡ്യൂൾ തുറക്കുന്ന ഇവിടം കൊണ്ട് ലൈഫ് എന്ന സിനിമ അവസാനിക്കുന്നു. ഇനി നമുക്ക് സിനിമയുടെ എൻഡിങ് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. മിറണ്ടയ്ക്ക് പകരം എങ്ങനെ ഡേവിഡ് ഭൂമിയിൽ വന്നു? അതെങ്ങനെയാണ് സംഭവിച്ചതെന്നാൽ സ്പേസിൽ വെച്ച് ഇവരുടെ മൊഡ്യൂൾ ഒരു സോളാർ പാനലുമായി ഇടിച്ചപ്പോൾ സിസ്റ്റത്തിന് കറപ്ഷൻ വന്നു. അതായത് ഭൂമിയിലേക്ക് വരേണ്ട മിറണ്ട ഡീ സ്പേസിലേക്ക് പോകേണ്ട ഡേവിഡ് ഭൂമിയിലേക്കും വന്നു. ഇപ്പോൾ കെൽവിൻ എന്ന ഏലിയൻ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ആവശ്യമായ ജലം, ഓക്സിജൻ ഒക്കെ ധാരാളം ലഭിക്കും. പിന്നീട് എന്താണ് സംഭവിച്ചത്? അത് ലൈഫ് 2 എന്ന സിനിമ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പ്രേക്ഷകർക്കായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു.